ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു പച്ചവെള്ളം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. സ്ട്രാറ്റജിക്കിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഈ ടോപ്പിൻ്റെ ഒരു പ്രത്യേകത ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് കൂടിയാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് ടെമ്പിൾസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ പറ്റി എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ടും ഇപ്പം ഇന്ത്യയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ പഠിക്കണമെന്നല്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അതെന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ടെമ്പിൾസ്, മെയിൻലി അതാണ്. ഹിസ്റ്റോറിക്കലി, അതായത് പണ്ടത്തെ നമ്മുടെ രാജാക്കന്മാരുടെ, നമ്മൾ ഒരുപാട് ഡൈനാസ്റ്റികൾ പഠിക്കുന്നുണ്ട് ഹിസ്റ്ററിയിൽ. അതിൽ പല രാജാക്കന്മാരുടെ സമയങ്ങളിലായി നിർമ്മിച്ച പല പല ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ, അത് മറ്റുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മുടെ ഇന്ത്യയിലെ ടെമ്പിൾസിന് തന്നെ ടെമ്പിൾ ആർക്കിടെക്റ്റ് പരമായി നോക്കിയാൽ മൂന്നായി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെയാണ് ദ്രാവിഡ സ്റ്റൈൽ ആർക്കിടെക്ചറിലുള്ള ടെമ്പിൾസ്. ദ്രാവിഡ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് സൈഡ് നമ്മൾ സൗത്താണ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അത് നമ്മളിതാ ഈ കാണുന്ന ഈ ടൈപ്പിലുള്ള എന്താണ് ക്ഷേത്രങ്ങൾ. ഇതാ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ടോപ്പ് കാണാൻ അല്ലേ. നമ്മൾ ഉദാഹരണം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ അല്ലെങ്കിൽ മധുര മീനാക്ഷിയിലെ ടെമ്പിളൊക്കെ പോലത്തെ ഈ ഒരു ടൈപ്പായിരിക്കും. ഇതാണ് ദ്രാവിഡ സ്റ്റൈൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ടൈപ്പാണ്. രണ്ടാമത്തത് ഈ ടൈപ്പാണ് നാഗര സ്റ്റൈൽ എന്ന് പറയും. നാഗര ഇങ്ങനെ ഇരിക്കും, മുകൾ ഭാഗം വന്ന് കൂർത്തിരിക്കും. ഇതാണ് എന്ത്, നാഗര സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്നാ പറഞ്ഞ നാഗര. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സഡ് വെർഷനാണ് നമ്മൾ ഈ കാണുന്ന വെസര സ്റ്റൈൽ എന്ന് പറയുന്നത്. വെസര സ്റ്റൈൽ എന്തിൻ്റെ മിക്സഡ് വെർഷനാ? നാഗര പ്ലസ് ദ്രാവിഡ. നാഗരയും ദ്രാവിഡയും കൂടെ ചേരുമ്പോൾ രൂപപ്പെടുന്ന ക്ഷേത്രങ്ങളാണ് ഇത് വെസര സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിൽ മൂന്ന് രീതിയിലാണ്, മൂന്ന് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് ടെമ്പിൾസ് എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്തത്. ഇതിലിപ്പം നമ്മൾ ദ്രാവിഡ നോക്കുമ്പോൾ, നമ്മൾ ഈ ദ്രാവിഡ സ്റ്റൈൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഈ ഒരു സ്ലോപ്പ്, നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഈ ഒരു സ്ലോപ്പിനെ ഇതിന് വിളിക്കുന്ന പേരാണ് വിമാന എന്നാ പറയുന്നത് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാവരും ഗോപുരം എന്നേ പറയുന്നല്ലേ, ഗോപുരം എന്നല്ല ഇതിനെ വിളിക്കേണ്ടത്. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്, വിമാനം എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇതാണ് വിമാനം. ഇനി ഈ വിമാനത്തിൻ്റെ ഏറ്റവും മുകളിൽ ചിലപ്പോൾ ചില അമ്പലങ്ങളുടെ മണ്ടിൽ ഒരു ക്യാപ് സ്റ്റോൺ കാണും, ഒരു കല്ല്. ഉദാഹരണം ബൃഹദേശ്വർ ടെമ്പിൾ, നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വർ ക്ഷേത്രം എടുത്താൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലൊരു ക്യാപ് സ്റ്റോൺ എന്ത് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഈ പ്രധാന മുറിയിരിക്കുന്ന നമ്മുടെ ശ്രീകോവിലുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ഗർഭഗൃഹ എന്ന് പറയും. എന്താണ് ഗർഭഗൃഹ? നമ്മുടെ ശ്രീകോവിൽ, അതായത് നമ്മുടെ പ്രധാന വിഗ്രഹം ഇരിക്കുന്ന മുറി, അതാണ് ഗർഭഗൃഹ. പിന്നെ നമ്മുടെ ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു മണ്ഡപമുണ്ട്. ഇതാണ് മണ്ഡപം കേട്ടോ, മണ്ഡപം. ഇതാണ് മണ്ഡപം. ഓക്കെ, സോ ഇതാണ് നമുക്ക് സൗത്തിൽ. ഇനി നമ്മൾ നോർത്തിലോട്ട് പോകുമ്പോഴും സെയിം തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വിമാനമാണ് പഠിച്ചതെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സ്ലോപ്പിന് വിളിക്കുന്ന പേരാണ് ശിഖാരകൾ എന്ന് പറയും. എന്താണ് ശിഖാരകൾ എന്ന് പറയും കേട്ടോ. നമ്മളിവിടെ ദ്രാവിഡ സൗത്ത് ഇന്ത്യയിൽ ഇതിന് നമ്മൾ പറഞ്ഞ പേര് വിമാന. നോർത്തിൽ പോകുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ശിഖാരകൾ എന്ന് പറയും. ശിഖാര. ഇതിൻ്റെ ഏറ്റവും ടോമിൽ അമലക എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. നമുക്ക് ഈ ടെമ്പിളിൻ്റെ കണ്ട ഇതാണ് അമലക. ഈ പാർട്ടാണ് അമലക. നമ്മൾ മറ്റേലാണെങ്കിൽ ക്യാപ് സ്റ്റോൺ ആണ് മുകളിൽ ഇരിക്കുന്നത് അല്ലേ, പക്ഷെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അമലക ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ ശ്രീകോവിലും ഗർഭഗൃഹ, ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു മണ്ഡപം ഉണ്ട് അല്ലേ, മണ്ഡപം അല്ലേ. സോ ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ മാത്രം ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതാണ് ദ്രാവിഡ സ്റ്റൈലും അതാണ് നാഗര സ്റ്റൈലും. ഇതിന് രണ്ടിൻ്റെ ഒരു മിക്സഡ് വെർഷനാണ് നമ്മൾ കാണുന്ന വെസര സ്റ്റൈൽ കേട്ടോ. വെസര സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും, ഈ നാഗര പ്ലസ് ദ്രാവിഡ ഈക്വൽ ടു എന്താ, വെസര സ്റ്റൈൽ ടെമ്പിൾ ആർക്കിടെക്ചർ. അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നോക്കടാ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ചോള സ്റ്റൈൽ ഓഫ് ടെമ്പിൾസിൽ വരുന്ന ക്ഷേത്രങ്ങളാണ്. ഏതാണ്? ചോളന്മാർ. അതായത് നമ്മുടെ ചോളന്മാർ കിട്ടിയ ചില ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ. അതിൽ ചോളന്മാർ കിട്ടിയ 3 ക്ഷേത്രം എന്ത് പട്ടികയിലുണ്ട്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടെമ്പിളാണ്
ഈ കാണുന്ന തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ. ഏതാണ്? തഞ്ചാവൂര്. നമ്മുടെ തഞ്ചാവൂരിലിരിക്കുന്ന അല്ലേ രാജരാജേശ്വര ക്ഷേത്രം, അങ്ങനെയും പറയും കേട്ടോ. ബൃഹദേശ്വര ടെമ്പിളിന്റെ മറ്റൊരു പേര് രാജരാജേശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ തഞ്ചാവൂരിലെ പെരിയ കോവിൽ എന്നറിയപ്പെടുന്ന ഏത് ക്ഷേത്രം? ബൃഹദേശ്വർ ടെമ്പിൾ. ഇതാരാ കെട്ടിയെന്നറിയോ? ഇത് കെട്ടിയത് ചോള രാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് കേട്ടോ. തഞ്ചാവൂരിലെ ബൃഹദേശ്വർ ക്ഷേത്രം കെട്ടിയത് ആരാടാ? ചോള രാജാവായ ഏത് ചോളൻ? രാജരാജ ചോളനാണ് എന്ത് കെട്ടിയത്? തഞ്ചാവൂരിലെ ബൃഹദേശ്വർ ടെമ്പിൾ നിർമ്മിച്ചത് കേട്ടോ. ആരാണ്? രാജരാജ ചോളൻ ഒന്നാമൻ. അപ്പൊ എവിടെ ഇരിക്കുന്ന ബൃഹദേശ്വർ ടെമ്പിൾ? എവിടെയാ? തഞ്ചാവൂരിലാണ്. ആരാ ബിൽഡ് ചെയ്തത്? രാജരാജ ചോളനാണ്. അതും AD 1010. ഇടയ്ക്കൊരു എക്സാം ചോദിച്ചു, ഏത് വർഷമാണ് രാജരാജ ചോളൻ ബൃഹദേശ്വർ ടെമ്പിൾ ബിൽഡ് ചെയ്തത്? AD 1010 ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമാണേത്? ഈ തഞ്ചാവൂരിലെ ബൃഹദേശ്വർ ടെമ്പിൾ എന്ന് പറയുമ്പോൾ. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിലായി, ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലായി, ഞാൻ നേരത്തെ ഒരു ക്യാപ് സ്റ്റോൺ എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ മണ്ടിൽ ഒരു ക്യാപ് സ്റ്റോൺ ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 ടണ്ണാണ്. അതായത് 80,000 കിലോ വെയിറ്റ് ഉള്ള ഒരു പാറ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലായി എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒരു ക്ഷേത്രമാണേത്? ഈ തഞ്ചാവൂരിലെ ബൃഹദേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത്. ഹു ബിൽഡ് ഇറ്റ്? ആരാ കെട്ടിയത്? രാജരാജ ചോളൻ, അല്ലെങ്കിൽ രാജരാജ ഒന്നാമൻ. എവിടെ ആയിരിക്കുന്നത്? തഞ്ചാവൂരിലാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്ഷേത്രം, ഇത് തഞ്ചാവൂരിൽ നിന്നും ഒരു 10-80 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് തന്നെ അതാണ്, ഗംഗൈകൊണ്ട ചോളപുരം ആണ് സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തിരിക്കുന്ന ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം ടെമ്പിൾ. നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഇതൊരു തമിഴ്നാട്ടിലൊരു ഗ്രാമമാണ് കേട്ടോ, ഒരു വില്ലേജിലാണ് ഇരിക്കുന്നത് ഈ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം. ഈ ക്ഷേത്രം ബിൽഡ് ചെയ്തത്, ഇത് നമ്മൾ ഏകദേശം കാണാൻ ബൃഹദേശ്വർ പോലെ ഇരിക്കുന്ന ടെമ്പിളാണ് കേട്ടോ. കാണാൻ ഏകദേശം ബൃഹദേശ്വർ പോലെ തന്നെയാണ്. ഈ ക്ഷേത്രം കെട്ടിയത് നമ്മുടെ രാജരാജൻ്റെ മകനായ, നമ്മുടെ രാജരാജ ചോളൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ. ആരാണ്? രാജേന്ദ്ര ചോളൻ. പുള്ളിയുടെ ഒരു പേര് തന്നെയാണ് ഈ ഗംഗൈകൊണ്ട ചോളൻ. അത് ഗംഗ പിടിച്ചെടുത്ത ചോളൻ കേട്ടോ. അതായത് ഗംഗാ നദിയുടെ കരയിൽ ഒരു യുദ്ധം ചെയ്ത് ആ കരയിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയെ തോപ്പിച്ച് എന്താണ് ആ പ്രദേശം പിടിച്ചെടുത്ത ഒരു ചോള രാജാവായിരുന്ന ആര്? ഈ രാജേന്ദ്ര ചോളൻ. അങ്ങനെ പുള്ളി കിട്ടിയ ഒരു പേരാണ് എന്ത്? ഗംഗൈകൊണ്ട ചോളൻ എന്ന് കേട്ടോ. അങ്ങനെ പുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലൊരു സ്ഥലം കൂടിയാണ് ഏത്? ഗംഗൈകൊണ്ട ചോളപുരം. ഹു ബിൽഡ് ഇറ്റ്? രാജേന്ദ്ര ചോളൻ. ആരാ കെട്ടിയത്? രാജേന്ദ്ര ചോളനാണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം ബിൽഡ് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ഷേത്രം. ഇനി നമ്മൾ നേരെ പോണത് നമ്മുടെ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്കാണ്. മൂന്നാമത്തെ ക്ഷേത്രം ഐരാവതേശ്വര ടെമ്പിൾ. ഈ ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. ഐരാവതേശ്വര ടെമ്പിൾ കേട്ടോ. കേട്ടാ, ഇതിന് നമുക്ക് വേറൊരു പേരുണ്ട്. ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ മറ്റൊരു പേരാണ് ധരസ്വരം എന്ന് പറയും. ഇതാണ് ധരസ്വരം. ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ധരസ്വരം ടെമ്പിൾ എന്ന് പറയും. ധരസ്വരം അഥവാ ഓർ ഐരാവതേശ്വര ടെമ്പിൾ. ഇത് ബിൽഡ് ചെയ്തത് നമ്മുടെ ചോള രാജാവായ രാജരാജ രണ്ടാമനാണ് കേട്ടോ. ഇത് നമ്മുടെ കുംഭകോണം എന്നൊരു സ്ഥലത്താണ്. മനോഹരമായ ഒരു ടെമ്പിളാണ് കേട്ടോ. ഒരു വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇത്, ഐരാവതേശ്വര ക്ഷേത്രം. അത് ബിൽഡ് ചെയ്തത് ചോള രാജാവായ രാജരാജ രണ്ടാമനാണ് ആ ബിൽഡ് ചെയ്തത് കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ കാണുന്ന ഗംഗൈകൊണ്ട ചോളപുരം പോലെ കാണാൻ അതുപോലത്തെ ഒരു വിമാനമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ക്ഷേത്രം. കുംഭകോണത്തൊരു സ്ഥലമാണ് ധരസ്വരം. അവിടെയാണ് അത് ഇരിക്കുന്നത്. സോ ഇത് മൂന്നും യുനെസ്കോയുടെ എന്തിൽ വരുന്നുണ്ട്? വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന 3 ക്ഷേത്രമാണ് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന 3 ക്ഷേത്രങ്ങളാണ് ഏതൊക്കെ? ബൃഹദേശ്വർ ടെമ്പിൾ, ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം, ദെൻ മൂന്നാമത്തത് ഐരാവതേശ്വര ക്ഷേത്രം. 3 എന്ത് പട്ടികയിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ്. അതുപോലെ ഇവർ കിട്ടിയ വേറൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. അത് നമ്മുടെ തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രം. അത് യുനെസ്കോയിൽ വരുന്നില്ല, പക്ഷേ ചോളന്മാർ കെട്ടിയ ഒരു പ്രധാന ക്ഷേത്രമാണ്. കാരണം ഇത് ഇവിടുത്തെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ നടരാജന്റെ വിഗ്രഹമാണ് അല്ലെ, നടരാജ ക്ഷേത്രമാണ്. ചിദംബരത്തിലെ നടരാജ ക്ഷേത്രം, ചിദംബരം നടരാജ ക്ഷേത്രം കേട്ടോ. എവിടെ?
തമിഴ്നാട്ടിൽ. അത് ബിൽഡ് ചെയ്ത ആരാണ്? അത് ബിൽഡ് ചെയ്തത് ചോളന്മാരാണ്. ചോളന്മാർ കെട്ടിയ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇത് ചിദംബരത്തെ നടരാജ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന 3 ക്ഷേത്രങ്ങൾ. ഏതൊക്കെ? ബൃഹദേശ്വർ ടെമ്പിൾ, ഗംഗൈകൊണ്ട ചോളപുരം, ഐരാവതേശ്വര ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങൾ. ഓക്കെ, ഇതാണ് ചോള സ്റ്റൈലീസിൽ കിട്ടിയ ക്ഷേത്രങ്ങൾ. ഇനി നമ്മൾ നേരെ പോണത് പല്ലവ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ്. പല്ലവ രാജാക്കന്മാർ ഇന്ത്യയിൽ കിട്ടിയ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പല്ലവ രാജാക്കന്മാർ. ഓക്കെ, പല്ലവന്മാർ ഇന്ത്യയിൽ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പഞ്ചരഥ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. പഞ്ചരഥാസ് മീൻസ് നമ്മുടെ പഞ്ചപാണ്ഡവരുടെ ഐഡൽ ഇരുന്ന ക്ഷേത്രങ്ങളാണ് പഞ്ചരഥ ക്ഷേത്രം. പഞ്ചരഥക്ഷേത്രം ഇരിക്കുന്നത് മാമല്ലപുരത്താണ്. ഈ മാമല്ലപുരം എന്ന് പറയാൻ നമ്മുടെ മഹാബലിപുരം, നമ്മുടെ തമിഴ്നാട്ടിലെ മഹാബലിപുരം അഥവാ മാമല്ലപുരത്താണ് എന്ത് ക്ഷേത്രം ഇരിക്കുന്നത്? പഞ്ചരഥ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചരഥാസ് എവിടെയാണ്? മഹാബലിപുരം. അതായത് എവിടെയാ? മാമല്ലപുരം എന്ന് പറയും. അവിടെയാണ് പഞ്ചരഥ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വിഗ്രഹങ്ങൾ നമ്മുടെ പഞ്ചപാണ്ഡവരാണ് അതിൻ്റെ ഐഡലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ്, അതുപോലെ ഈ ക്ഷേത്രം കെട്ടിയത് പല്ലവ രാജാവായ നരസിംഹവർമ്മനാണ്. നരസിംഹവർമ്മൻ ഒന്നാമൻ. അഥവാ ഇതിന് വേറൊരു പേരുണ്ട്. ഇതാണ് മാമല്ലൻ അല്ലെ, നമ്മൾ പഠിക്കാറുണ്ടല്ലേ പല്ലവ ഡൈനാസ്റ്റിയുടെ മാമല്ലൻ, എ ഗ്രേറ്റ് റെസ്ലർ, ഗുസ്തിക്കാരൻ അല്ലേ. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഇത് മാമല്ലപുരം അഥവാ മഹാബലിപുരം എന്ന് പറയുന്നല്ലേ. അപ്പോൾ അവിടുത്തെ നരസിംഹവർമ്മ ഒന്നാമനാണ് ഈ ഒരു ക്ഷേത്രം, ഈ പഞ്ചരഥ എന്ന് പറയുന്ന ക്ഷേത്രം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഇതേ മഹാബലിപുരത്തെ സീ ഷോർ ടെമ്പിൾ. നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ക്ഷേത്രമാണ് സീ ഷോർ എന്ന് പറഞ്ഞാൽ കടലാണ്. ഇത് കടലാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കടലാണ്. കടലിന്റെ കരയിലാണ് ഈ ഒരു ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് ആണ് സീ ഷോർ ടെമ്പിൾ. എവിടെയാണ് സീ ഷോർ പറയുന്നത്? മാമല്ലപുരം, നമ്മുടെ മഹാബലിപുരത്ത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇത് സീ ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന ഈ ക്ഷേത്രമെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. മഹാബലിപുരം എന്തിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നുണ്ട്. അവിടെ വരുന്ന 2 ക്ഷേത്രങ്ങളാണ് പഞ്ചരഥാസും സീ ഷോർ. അതുപോലെ ഇവിടെ പിന്നെ വേറൊരു ചെറിയൊരു കുഞ്ഞു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരാണ് ഗണേഷ് രഥം എന്ന് പറയും. ഗണേഷ് രഥം അത് ഈ ഇടയ്ക്ക് ഒരു എക്സാം ചോദിച്ചേട്ടാ. ഏത് സ്ഥലത്താണ് ഗണേഷ് രഥ ക്ഷേത്രം ഇരിക്കുന്നത്? ഗണേഷ് രഥം ഇരിക്കുന്നതും എവിടെയാണ്? മഹാബലിപുരത്താണ്. പല്ലവ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ഷേത്രം. ഈ സീഷോർ കെട്ടിയത് നരസിംഹവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് കേട്ടോ. നരസിംഹവർമ്മ രണ്ടാമനാണ് നേരത്തെ നമ്മൾ കണ്ടത്. പഞ്ചരഥം കെട്ടിയത് ആരാ? നരസിംഹവർമ്മ ഒന്നാമനാണ്. പക്ഷെ സീഷോർ കെട്ടിയത് നരസിംഹവർമ്മ രണ്ടാമൻ, അഥവാ ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, രാജസിംഹൻ എന്ന് പറയും. രാജസിംഹൻ അഥവാ നരസിംഹവർമ്മ രണ്ടാമനാണ് എന്ത് ബിൽഡ് ചെയ്തത്? സീഷോർ ടെമ്പിൾ ബിൽഡ് ചെയ്തത്. ഇവിടെ ഇരിക്കുക മാമല്ലപുരത്ത്, മഹാബലിപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പോയാലോ. അവിടെ മൂന്നാമത്തെ ക്ഷേത്രം, മൂന്നാമത്തെ ടെമ്പിളാണ് നമ്മുടെ കാഞ്ചീപുരത്തെ. നമ്മുടെ മൂന്നാമത്തെ ക്ഷേത്രം ഇരിക്കുന്നത് കാഞ്ചീപുരമാണ് കേട്ടോ. പല്ലവാസിന്റെ മറ്റൊരു ക്യാപിറ്റലാണ് കേട്ടോ. പല്ലവർക്ക് 2 തലസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്. പല്ലവരുടെ ആദ്യകാല ക്യാപിറ്റലായിരുന്നു കാഞ്ചീപുരം. പല്ലവരുടെ രണ്ടാമത്തെ ക്യാപിറ്റലായിരുന്നു ഈ മാമല്ലപുരം, അതാ മഹാബലിപുരം എന്ന് പറയുന്നത്. അങ്ങനെ കാഞ്ചീപുരത്ത് അവർ കെട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൈലാസ് നാഥർ ടെമ്പിൾ, നമ്മുടെ കൈലാസ ക്ഷേത്രം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ ക്ഷേത്രം, കൈലാസ് ടെമ്പിൾ കേട്ടോ. ചോദിക്കും കേട്ടോ, കാഞ്ചീപുരത്തെ കൈലാസ ക്ഷേത്രം ബിൽഡ് ചെയ്ത ഡൈനാസ്റ്റിക്കാര്? പല്ലവ ഡൈനാസ്റ്റികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പല്ലവ ഡൈനാസ്റ്റിയിൽ നമ്മൾ കണ്ട ക്ഷേത്രങ്ങൾ? 3 ക്ഷേത്രം. ഏതൊക്കെ? പഞ്ചരഥാസ് ടെമ്പിൾ, സീഷോർ ടെമ്പിൾ, കൈലാസനാഥർ ടെമ്പിൾ അല്ലേ. പഞ്ചരഥവും സീഷോറും ഇരിക്കുന്ന എവിടെയാ? മഹാബലിപുരത്ത്, മാമല്ലപുരത്താണ് അല്ലേ. കൈലാസനാഥർ ടെമ്പിൾ ഇരിക്കുന്നത് അത് കാഞ്ചീപുരം, നമ്മുടെ കാഞ്ചീപുരത്താണ് ക്ഷേത്രം കൈലാസനാഥർ ടെമ്പിൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ ഇതിൽ മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ എന്തിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നതാണ്. ഓക്കെ,
ഈ നമ്മുടെ ഈ കൈലാസനാഥർ ടെമ്പിൾ കെട്ടിയതും നരസിംഹൻ രണ്ടാമനാണ് കേട്ടോ. നമ്മുടെ കാഞ്ചീപുരത്തെ ആ ക്ഷേത്രം കെട്ടിയതും ആരാണ്? നമ്മുടെ രാജസിംഹൻ നരസിംഹവർമ്മ രണ്ടാമനാണ് ആ ക്ഷേത്രം എന്ത് ചെയ്തത്? ബിൽഡ് ചെയ്തത്. ഓക്കെ അല്ലേ? പല്ലവ നമ്മൾ ചോള കണ്ടു, രണ്ടാമത് നമ്മൾ തമിഴ്നാട്ടിലെ പല്ലവാസ് കണ്ടു. ഇനി നമുക്ക് മൂന്നാമത് ഏത് നോക്കാം. മൂന്നാം നമ്മൾ കാണുന്നതാണ് ബഡാമി ടെമ്പിൾസ് ഓഫ് ചാലുക്യ. അടുത്ത ഡൈനാസ്റ്റിയ. ഏ ഡൈനാസ്റ്റി? ചാലുക്യ ഡൈനാസ്റ്റി. ഈ ചാലുക്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലാണ് ബഡാമി. ഇത് ഇന്നത്തെ കർണാടകയിലെ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തിന് പണ്ടത്തെ പേരാണ് വദാബി എന്ന് പറയും കേട്ടോ. അതായിരുന്നു പണ്ട് ആദ്യകാല പേര്, ഏൻഷ്യന്. ചാലുക്യാസിന്റെ ക്യാപിറ്റൽ വദാബി. വദാബിയുടെ ഇന്നത്തെ പേരാണ് ബഡാമി എന്ന് പറയും. കർണാടകയിലാണ്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്, ഈ ചാലുക്യന്മാർ കെട്ടിയ കുറച്ച് ടെമ്പിൾസ്. അതിലേറ്റവും പ്രധാന ക്ഷേത്രമാണ് പട്ടടയ്ക്കൽ ടെമ്പിൾസ് എന്ന് പറയും. ബഡാമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഈ ക്ഷേത്രം എന്തിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. കർണാടകയിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ഏത്? ഈ പട്ടടയ്ക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അതെവിടെ ഇരിക്കുന്നത്? കർണാടക സ്ഥലത്താ? ബഡാമി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് ബഡാമിയിലെ ക്ഷേത്രങ്ങളാണ്, ബഡാമിയിലെ ടെമ്പിൾസ് ആണ് നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്ഷേത്രമുള്ള ഒരു കോംപ്ലക്സ് ആണ് പട്ടടയ്ക്കൽ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നുണ്ട്. ഇവിടെ 10 ക്ഷേത്രങ്ങളാണ് ഉള്ളത് കേട്ടോ. പട്ടടയ്ക്കൽ മൊത്തം എത്ര ക്ഷേത്രമുണ്ട്? 10 ക്ഷേത്രം. അതിൽ 9 ഹിന്ദു ടെമ്പിളും ഒരു ജെയിൻ ടെമ്പിളും. 9 ഹിന്ദു ക്ഷേത്രവും ഒരു ജെയിനും. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഈ 10 ക്ഷേത്രങ്ങളിൽ ഈ 9 ക്ഷേത്രം കെട്ടിയത്, അത് 9 ഹിന്ദു ടെമ്പിൾ കെട്ടിയത് ആരാണ്? ചാലുക്യാസ് ആണ്. നമ്മൾ ഈ കാണുന്ന ബഡാമിയിലെ ചാലുക്യന്മാർ. പക്ഷേ ഈ ഒരു ജെയിൻ ടെമ്പിൾ കെട്ടിയത് വേറൊരു ഡൈനാസ്റ്റിക്കാരാണ്. കാരണം ചാലുക്യ വംശത്തിൽ ഒരു രാജാവ് പോലും ജൈനമത വിശ്വാസി ഇല്ലായിരുന്നു. ഈ ചാലുക്യന്മാർക്ക് ശേഷം മറ്റൊരു ഡൈനാസ്റ്റിയാണ് ഈ പ്രദേശം ഭരിച്ചത്. അവരാണ് ഈ ഒരു ജെയിൻ ടെമ്പിൾ കെട്ടിയത്. ഒരു MDS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആരെന്നറിയോ? ഈ ജൈനക്ഷേത്രം കെട്ടിയ ഡൈനാസ്റ്റിയാണ് രാഷ്ട്രകൂടാസ് എന്ന് പറയും. ആരാണ്? രാഷ്ട്രകൂടക്കാർ കേട്ടോ. മൊത്തം 10 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 9 ഹിന്ദു ടെമ്പിൾ കെട്ടിയത് ചാലുക്യാസും ആ ഒരു ജെയിൻ ടെമ്പിൾ കെട്ടിയത് ആരാണ്? രാഷ്ട്രകൂടാസുമാണ്. അങ്ങനെ എത്ര ക്ഷേത്രമുണ്ട്? മൊത്തവും 10 ക്ഷേത്രങ്ങൾ എവിടെയുണ്ട്? ബഡാമിയിൽ ഉണ്ട്. ഓക്കെ, സോ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യം. ഓക്കെ, ദെൻ ഈ ക്ഷേത്രം ഇരിക്കുന്നത് കർണാടകയിലെ മാലപ്രഭ എന്ന് പറയുന്ന നദിയുടെ കരയിലാണ് കേട്ടോ. കർണാടകയിലെ ഏത് റിവറാണ്? മാലപ്രഭ കേട്ടോ. കർണാടകയിലെ മാലപ്രഭ എന്ന് പറയുന്ന നദിക്കരയിലാണ് നമ്മുടെ ഈ ഒരു പട്ടടയ്ക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏതാണ് മാലപ്രഭ? നമ്മുടെ കൃഷ്ണയുടെ പോഷക നദിയാണ്, ട്രിബ്യൂട്ടറിയാണ് കേട്ടോ. കൃഷ്ണ റിവർ ഉണ്ടല്ലോ, കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ് ആര്? മാലപ്രഭ. മാലപ്രഭയുടെ കരയിലാണ് എന്തിരിക്കുന്നത്? ഈ ഒരു ബഡാമി എന്ന ടെമ്പിൾസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഏത്? നമ്മുടെ ഈ കാണുന്ന ഈ ക്ഷേത്രം പട്ടടയ്ക്കൽ ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കർണാടകയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, എസ്പെഷ്യലി ഇതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നതാണ്. എന്നറിയോ? അതാണ് ഹൊയ്സലേശ്വര ക്ഷേത്രം. ഇതാണ് ഹൊയ്സലേശ്വര ക്ഷേത്രം. ഇത് കർണാടകയിലെ ഹലബിഡു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. കർണാടകയിൽ എവിടെയാണ്? ഹലബിഡു. കർണാടകയുടെ ഹലബിഡുവിലാണ് ഈ ഏത് ഹൊയ്സലേശ്വര ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കർണാടകയിൽ എവിടെയാണ്? കർണാടകയിലെ ഹലബിഡു എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം, ഹൊയ്സലേശ്വര ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഹലബിഡുവിലാണ്. ഓക്കെ, ദെൻ ഇതിന്റെ ഭാഗമായി വരുന്ന മറ്റൊരു ക്ഷേത്രം, അതായത് ഹൊയ്സല ടെമ്പിൾസ്. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് നോക്കാം, ഹൊയ്സല ടെമ്പിൾസ് എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അതിലൊന്നാണ് ഹലബിഡുവിലെ ഹൊയ്സലേശ്വര ക്ഷേത്രവും. 2 ബേലൂര്, കർണാടകയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ബേലൂര്. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം. ബേലൂരിലെ ക്ഷേത്രം ചെന്നകേശവ ക്ഷേത്രം. ഈ 2 ക്ഷേത്രവും കർണാടകയിൽ നിന്നും എന്ത് പട്ടികയിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. ഏതൊക്കെ? ഹൊയ്സലേശ്വര ക്ഷേത്രവും ചെന്നകേശവ ക്ഷേത്രവും കേട്ടോ. ഹൊയ്സലേശ്വരം എവിടെ ഇരിക്കുന്ന? കർണാടകയിലെ ഹലബിഡുവിലും. ചെന്നകേശവ ഇവിടെ ഇരിക്കുന്നത് കർണാടകയിലെ ബേലൂരിലുമാണ്. ഇത് കെട്ടിയത്
ഹൊയ്സല രാജാവായ വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന രാജാവാണ് കേട്ടോ ഈ ക്ഷേത്രങ്ങൾ ബിൽഡ് ചെയ്ത കേട്ടോ. ഹൊയ്സല ക്ഷേത്രങ്ങൾ ബിൽഡ് ചെയ്ത ആരാണ്? ഹൊയ്സല വംശത്തിലെ ആരാണ്? വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രങ്ങൾ ബിൽഡ് ചെയ്തത്. അതേ ക്ഷേത്രം ഹൊയ്സാലയിലെ ഏതാണ്? ഹൊയ്സലേശ്വര ക്ഷേത്രവും ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രവും ബിൽഡ് ചെയ്ത ആരാണ്? വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന ഹൊയ്സല രാജാക്കന്മാരാണ്. ഇത് രണ്ടുമാണ് കർണാടകയിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന 2 ടെമ്പിൾസ്. ഒന്ന് ബഡാമിയിലെ പട്ടടക്കൽ ക്ഷേത്രങ്ങളും, 2 നമ്മുടെ ഹലബഡുവിലെ അല്ലെങ്കിൽ ബേലൂരിലെ ഏതാണ്? ഹൊയ്സലേശ്വര ക്ഷേത്രങ്ങളും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാലുക്യന്മാരും കർണാടകയിലെ ഹൊയ്സല രാജാക്കന്മാരും കെട്ടിയ ക്ഷേത്രങ്ങൾ. ഓക്കെ അല്ലേടാ? അടുത്ത പോയാലോ? നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? യെസ്, ടെമ്പിൾസ് ഇൻ ഹംപി. നമ്മുടെ ഹംപി എന്ന് പറയുമ്പോൾ പഴയൊരു ക്യാപിറ്റലാണ് അല്ലേ? ആരുടെ ക്യാപിറ്റലാടാ ഹംപി? അറിയോ? ഹംപി എന്ന് പറയും. ഹംപി എവിടെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കർണാടകയിലാണ് അല്ലേ? നമ്മുടെ കർണാടകയിലെ ഹംപി, ദ ക്യാപിറ്റൽ ഓഫ് വിജയ നഗർ എംപയർ അല്ലേ? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അല്ലേ? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഇത് ഹംപി എന്ന് പറയുന്നത്. ഹംപി എന്തിൻ്റെ ക്യാപിറ്റലാണ്? വിജയനഗരത്തിൻ്റെ ക്യാപിറ്റലാണ്. ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? ഏത് നദിക്കരയെന്നറിയോ ഹംപി ഇരിക്കുന്നത്? നമ്മുടെ തുംഗഭദ്ര നദിക്കരയിലാണ്. കൃഷ്ണാനദിയുടെ പോഷക നദിയായ തുംഗഭദ്ര നദിയുടെ കരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഹംപിയിൽ കുറച്ച് ടെമ്പിൾസ് ഉണ്ട്, കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെയാന്ന് നോക്കടാ. ഫസ്റ്റ് വൺ വിരൂപാക്ഷ ടെമ്പിൾ. ഏത് ക്ഷേത്രമാണ്? വിരൂപാക്ഷ. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ്, ഒരു ശിവ ടെമ്പിൾ. വിരൂപാക്ഷ ചോദിക്കും എന്ത് ടെമ്പിളാണ്? ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമാണ് ഇത് വിരൂപാക്ഷ ടെമ്പിൾ കേട്ടോ. വിരൂപാക്ഷ ക്ഷേത്രം കേട്ടോ. എവിടെ ഇരിക്കുന്നത്? ഹംപിയിൽ. ഏത് ഡൈനാസ്റ്റിക്കാർ കെട്ടിയതാ? വിജയനഗര സാമ്രാജ്യം, വിജയനഗര ഡൈനാസ്റ്റി കെട്ടിയ ക്ഷേത്രങ്ങളാണ് വിരൂപാക്ഷ ക്ഷേത്രങ്ങൾ. അതുപോലെ രണ്ടാമത്തേതാണ് വിട്ടലസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത്. വിട്ടലസ്വാമി നമ്മുടെ ഈ ഫിഗറിൽ കാണുന്നത് ഇതാണ് വിട്ടലസ്വാമി ക്ഷേത്രം. ഹംപിയിലെ മനോഹരമായ മറ്റൊരു ക്ഷേത്രമാണ് ഇത് വിട്ടലസ്വാമി ക്ഷേത്രം. അതുപോലെ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഹസാര രാമസ്വാമി ക്ഷേത്രം. അതാണ് ഹസാര രാമസ്വാമി ടെമ്പിൾ. ഹംപിയിലെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് വിരൂപാക്ഷ ക്ഷേത്രം, 2 വിട്ടലസ്വാമി ടെമ്പിൾ, ദ തേർഡ് വൺ ഹസാര രാമസ്വാമി ക്ഷേത്രം. എവിടെയാണ്? ഹംപിയിലെ 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. ഓക്കെ, സോ ഹംപി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരണം അത് ഏത് ഡൈനാസ്റ്റിക്കാരാണ്? വിജയനഗര ഡൈനാസ്റ്റി ബിൽഡ് ചെയ്ത പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഹംപിയിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹംപി. അടുത്ത പോയാലോ? അടുത്തതാണ് നമ്മൾ പറഞ്ഞു തുംഗഭദ്ര റിവറിൻ്റെ കരയിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ദെൻ അടുത്തത് ടെമ്പിൾസ് ഇൻ ഒഡീഷ. നമ്മുടെ ഒഡീഷയിലെ കുറച്ച് ക്ഷേത്രങ്ങൾ പരിചയപ്പെടാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന ആൾ തന്നെയാണ് ആര്? സൺ ടെമ്പിൾ അല്ലേ? കൊണാർക്ക്. നമ്മുടെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം അല്ലേ? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഏത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. കൊണാർക്കിലെ എന്താണ്? സൺ ടെമ്പിൾ എന്ന് പറയുന്നത്. കൊണാർക്കിലെ സൺ ടെമ്പിൾ കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നൊരു ക്ഷേത്രമാണ് ഏത്? കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഈ ക്ഷേത്രം ബിൽഡ് ചെയ്തത് ആരെന്നറിയോ? അത് ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ നരസിംഹദേവ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. ബോക്സിലിട്ട് പഠിച്ചോ, എക്സാമിന് ചോദിക്കും. ഹൂ ബിൽഡ് കൊണാർക്കിലെ സൺ ടെമ്പിൾ? കൊണാർക്കിലെ സൂര്യക്ഷേത്രം കെട്ടിയത് ആരാണ്? നരസിംഹദേവ ഒന്നാമനാണ് എന്ത് കെട്ടിയത്? കൊണാർക്കിലെ സൺ ടെമ്പിൾ. അപ്പൊ കൊണാർക്ക് എവിടെയാ കൊണാർക്ക് ഇരിക്കുന്നത്? നമ്മുടെ ഒഡീഷയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം കെട്ടിയത് ആരാണ്? നരസിംഹദേവ ഒന്നാമൻ. ഫ്രം വിച്ച് ഡൈനാസ്റ്റി? ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ ഒരു രാജാവായിരുന്ന ആര്? നരസിംഹദേവ ഒന്നാമൻ. പുള്ളിയാണ് ഈ കൊണാർക്കിലെ ഈ ഒരു സൂര്യക്ഷേത്രം എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് ഈ കൊണാർക്കിലെ സൺ ടെമ്പിൾ. യുനെസ്കോ
വേൾഡ് ഹെറിറ്റേജ്. നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് ഇതാണ് നമ്മുടെ ആ സൂര്യക്ഷേത്രം. ഓക്കെ, ദെൻ അടുത്തത് രണ്ടാമത്തെ ക്ഷേത്രമാണ് ഒഡീഷയിലെ തന്നെ പൂരിയിലിരിക്കുന്ന ജഗന്നാഥ ടെമ്പിൾ. പൂരി ജഗന്നാഥ ടെമ്പിൾ വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ് പൂരി ജഗന്നാഥ ക്ഷേത്രം. ഒഡീഷയിലെ തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു ക്ഷേത്രമാണ്. ഇത് കെട്ടിയത് ആനന്ദവർമ്മ ചോടഗംഗ എന്ന് പറയുന്ന ഒരു രാജാവാണ്. കാരണം അദ്ദേഹവും നമ്മുടെ ഈ കാണുന്ന ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിൽ തന്നെ, ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ ആനന്ദവർമ്മ ചോടഗംഗയാണ് എന്ത് കെട്ടിയത്? പൂരി ജഗന്നാഥ ടെമ്പിൾ. എവിടെയാ? ഒഡീഷയിൽ ബിൽഡ് ചെയ്തത് പൂരി ജഗന്നാഥ ക്ഷേത്രം. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ ഒഡീഷയിലെ തന്നെ ഏറ്റവും മനോഹരമായ ലിംഗരാജ ക്ഷേത്രം. ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്, ലിംഗരാജ ടെമ്പിൾ. ലിംഗരാജ ടെമ്പിൾ കെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ റീജിയനിൽ ഉണ്ടായിരുന്ന സോമവംശി എന്ന് പറയുന്ന സോമവംശിയിലെ ജജാതി കേസരി എന്ന് പറയുന്ന രാജാവാണ് ഇത് ബിൽഡ് ചെയ്തത് കേട്ടോ. സോമവംശി എന്ന ഡൈനാസ്റ്റിയിലെ ആരാണ്? ജജാതി കേസരി എന്ന് പറയുന്ന രാജാവാണ് എന്ത് കെട്ടിയത്? ലിംഗരാജ ക്ഷേത്രം. ലിംഗരാജ എവിടെയാ? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ്. ഒന്ന് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആയ സൂര്യക്ഷേത്രം. ദെൻ രണ്ടാമത് ഏതാ? രണ്ടാമത് നമ്മുടെ പൂരി ജഗന്നാഥ ക്ഷേത്രം. മൂന്നാമത് നമ്മുടെ ലിംഗരാജ ക്ഷേത്രം. ഇത് 3 എവിടെയാ? ഒഡീഷയിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ്. ഒഡീഷയിലെ 3 പ്രധാന അമ്പലങ്ങൾ. ഓക്കെ അല്ലേ ഇത്? ദെൻ അടുത്തലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ക്ഷേത്രം. നമുക്ക് മറ്റു കുറച്ച് ക്ഷേത്രങ്ങൾ പഠിക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ടെമ്പിൾസ് ആണ് ഖജുറാവോ ക്ഷേത്രങ്ങൾ. ഖജുറാവോ എവിടെയെന്നറിയോ? ഖജുറാവോ വരുന്നത് നമ്മുടെ മധ്യപ്രദേശിലാണ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഖജുറാവോ ക്ഷേത്രങ്ങൾ കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഇതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലുള്ള കുറേ ക്ഷേത്രങ്ങൾ പഠിച്ചു അല്ലേ? അടുത്ത് കിട്ടുന്നതാണ് മധ്യപ്രദേശിലെ ഖജുറാവോ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു കോംപ്ലക്സ് ആണ്. ഒരു ക്ഷേത്രമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഈ ക്ഷേത്രങ്ങൾ കെട്ടിയത് നമ്മുടെ ചണ്ടേല എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാണ്. ഡൈനാസ്റ്റി ചണ്ടേല ഡൈനാസ്റ്റി കേട്ടോ. ചണ്ടേല എന്ന് പറയുന്ന വംശത്തിലെ രാജാക്കന്മാരാണ് എന്ത് ബിൽഡ് ചെയ്തത്? ഈ ഒരു ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കേട്ടോ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയി കേട്ടോ. ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഡൈനാസ്റ്റി ആരെന്ന് ചോദിച്ചാൽ ആരാടാ? ചണ്ടേല ഡൈനാസ്റ്റി. ചണ്ടേല രാജാക്കന്മാരാണ് എന്ത് നിർമ്മിച്ചത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ ബിൽഡ് ചെയ്തത്. ഖജുറാവോ ക്ഷേത്രങ്ങൾ ബിൽഡ് ചെയ്ത ആരാണ്? ചണ്ടേല രാജാക്കന്മാരാണ്. അതിൽ ഏറ്റവും വലിയ ക്ഷേത്രം, ഖജുറാവോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് കാണ്ടറിയ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്. ഇതാണ് കാണ്ടറിയ മഹാദേവ ക്ഷേത്രം. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്, ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം. ഏതാണ്? നമ്മൾ ഈ കാണുന്ന കാണ്ടറിയ മഹാദേവ ക്ഷേത്രമാണ്. ഇത് അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ്. ഏത്? കാണ്ടറിയ മഹാദേവ ക്ഷേത്രം. എവിടത്താ? ഖജുറാവോയിൽ. അപ്പോൾ ഈ ഡൈനാസ്റ്റിക്കാരാ ഖജുറാവോ കിട്ടിയത്? ചണ്ടേല ഡൈനാസ്റ്റി, ചണ്ടേല വംശത്തിലെ രാജാക്കന്മാരാണ് എന്ത് നിർമ്മിച്ചത്? ഈ കാണുന്ന ഖജുറാവോ ക്ഷേത്രങ്ങൾ, നമ്മുടെ ഖജുറാവോ ടെമ്പിൾസ് എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഖജുറാവോ? മധ്യപ്രദേശാണ്. ഓക്കെ, അടുത്ത ടെമ്പിൾ കാമാഖ്യ ക്ഷേത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ ക്ഷേത്രമാണ് ഇത്, ഈ കാമാഖ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. കാമാഖ്യ എവിടെയെന്നറിയോ? നമ്മുടെ അസ്സാമിലാണ്. എവിടെയാണ്? അസ്സാമിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്, നമ്മുടെ ഈ കാമാഖ്യ ക്ഷേത്രം എന്നുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആനുവലി നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അംബുബാച്ചി മേള എന്ന് പറയും. ഒരു സ്ട്രാറ്റജിക്ക് കൂടിയാണ്, ബോക്സിലിട്ട് വെച്ചോ. ഏത് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് അംബുബാച്ചി മേള. ആസാമിൽ ഏത് അമ്പലത്തിൽ? ഈ കാമാഖ്യ എന്ന് പറയുന്ന അമ്പലത്തിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്, ഒരു ആഘോഷമാണ്. ആക്ച്വലി ഈ അമ്പലം ഇരിക്കുന്നത് ആസാമിലെ തന്നെ നമ്മുടെ ബ്രഹ്മപുത്ര നദിക്കരയിൽ.
നമ്മുടെ ആസാമിലെ നദിയാണ് ആര്? ബ്രഹ്മപുത്ര. ഈ ബ്രഹ്മപുത്ര നദിയുടെ കരയിലാണ് എന്തിരിക്കുന്നത്? ഈ ഒരു കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെ? അസാമിൽ. ഇവിടെ ആസാമിൽ നമ്മുടെ ബ്രഹ്മപുത്ര നദിക്കരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രം, 10,000 വർഷത്തെ പഴക്കമുണ്ട് ഈ കാമാഖ്യ ക്ഷേത്രം. അതുകൊണ്ടാണ് ഒരുപാട് ആചാരപരമായ കുറേ കർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടെമ്പിൾസ് ആണ് ഇത് ഈ ഒരു കാമാഖ്യ. വളർത്തുന്ന മനോഹരമായ ഒരു ആഘോഷമാണ് അംബുബാച്ചി മേള എന്ന് പറയുന്നത്. അംബുബാച്ചി മേള എവിടെ ആഘോഷിക്കുന്നത്? ആസാമിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഇത് അംബുബാച്ചി മേള എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റിവറാ? നമ്മുടെ റിവർ ആരടാ? ബ്രഹ്മപുത്രയാണ് നമ്മുടെ റിവർ. ഓക്കെ, ദെൻ അടുത്ത ക്ഷേത്രം പോയാലോ? യെസ്, അടുത്ത ക്ഷേത്രമാണ് സോമനാഥ ടെമ്പിൾ. ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ഈ സോമനാഥ് എന്ന ക്ഷേത്രം ഇരിക്കുന്നത് നമ്മുടെ എവിടെയെന്നറിയോ? ഗുജറാത്തിലാണ്. നമ്മൾ ഗുജറാത്തിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് സോമനാഥ്. ചരിത്ര പ്രാധാന്യമായി ഒരുപാട് വിശേഷണങ്ങൾ ആർക്കുണ്ട്? സോമനാഥ ക്ഷേത്രത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്തെന്ന് വെച്ചാൽ ഈ സോമനാഥ ക്ഷേത്രത്തെ AD 1025 ചില ബുക്കിൽ 1026 എന്നും കാണും. അത് ഓപ്ഷൻ വെച്ച് ഞങ്ങൾക്ക് ആൻസർ എടുക്കാം. 25 ഓർ 26 തുർക്കി ഭരണാധികാരിയായ മഹ്മൂദ് ഗസനി എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. 1025 ഗസനിയുടെ സോമനാഥ് ടെമ്പിൾ അറ്റാക്ക്. കാരണം ഈ ഗസനി നമുക്കറിയാം 17 തവണ ഇന്ത്യ ആക്രമിച്ച ഒരാളാണ്. 17 തവണ ഇന്ത്യ ആക്രമിച്ച ആളാണ് ആര്? ഈ ഗസനി. അതിൽ പുള്ളി ഒരു തവണ ആക്രമിച്ചത് ഈ ഒരു ടെമ്പിളായിരുന്നു. ഈ ടെമ്പിള് അന്ന് ഈ ഗസനിയുടെ സമയത്ത് ഈ ക്ഷേത്രം പൂർണ്ണമായും സ്വർണത്തിൽ ഉണ്ടാക്കിയിരുന്നതാണ്. സോ ഈ ക്ഷേത്രം പൂർണ്ണമായും ആര് കൊള്ളയടിച്ചുകൊണ്ട് പോയി? ഗസനി കൊള്ളയടിച്ചുകൊണ്ട് പോയി. എന്ന് 1025, 26 കാലഘട്ടങ്ങളിലായി. അപ്പോൾ എവിടെയാണ് സോമനാഥ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്? സോമനാഥ് ഇന്ന് ഇരിക്കുന്നത് ഗുജറാത്തിലാണ്. നമ്മുടെ ഗുജറാത്തിലാണ് ഈ ഒരു ക്ഷേത്രം, ക്ഷേത്രം സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, ഹൂ ബിൽഡ് ഇറ്റ്? ആരാ അറ്റാക്ക് ചെയ്തത്? അറ്റാക്ക് ചെയ്തത് നമ്മുടെ ഗസനിയാണ്. പിന്നെ ഇത് ആര് കെട്ടിയെന്ന് നമുക്ക് ഇതുവരെ തെളിവില്ല. കാരണം ഈ ക്ഷേത്രം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയൊരു ക്ഷേത്രമാണ്. അതുമാത്രമല്ല ഒരുപാട് തവണ ഇന്ത്യയിൽ നശിക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് സോമനാഥ ക്ഷേത്രം. കേട്ടോ, പിന്നീട് വന്ന പല രാജാക്കന്മാർ അത് പുനർനിർമ്മാണം ചെയ്യുകയായിരുന്നു. കേട്ടോ, കാരണം നമ്മുടെ മഹാഭാരത കഥയിൽ പോലും ഈ ക്ഷേത്രത്തെ പറ്റി, ഈ സോമനാഥ ക്ഷേത്രത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് ഇത് ഗുജറാത്തിലെ സോമനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ കേദാർനാഥ് ടെമ്പിൾ. കേദാർനാഥ് എവിടെയാണെന്നറിയോ? നമ്മുടെ കേദാർനാഥ് വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇത് ഈ കേദാർനാഥ് എന്ന് പറയുന്നത്. കേട്ടോ, കേദാർനാഥ് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. കേദാർനാഥ് പോലെ മറ്റൊരു ക്ഷേത്രമുണ്ട്, അതാണ് ബദ്രീനാഥ് ടെമ്പിൾ. അതാണ് ബദരീനാഥ്. കേട്ടോ, ഏതൊക്കെയാണ്? കേദാർനാഥും ബദരീനാഥും. ഏതൊക്കെ ക്ഷേത്രം? കേദാർനാഥ് ക്ഷേത്രവും ബദ്രീനാഥ് ടെമ്പിളും. രണ്ടും എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. ഇത് രണ്ടും ഉത്തരാഖണ്ഡിലെ 2 നദിക്കരയില്ല. ഏതൊക്കെ നദിയാണെന്നറിയോ? കേദാർനാഥ് ഇരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ മന്ദാകിനി എന്ന് പറയുന്ന നദിക്കരയിൽ, മന്ദാകിനിയുടെ കരയിൽ. ഏത്? കേദാർനാഥ്. ബദ്രീനാഥ് ആണെങ്കിൽ ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദിയുടെ തീരത്ത്. ഏത് റിവറിന്റെ കരയിലാണ്? അളകനന്ദയുടെ തീരത്താണ് ക്ഷേത്രം ബദ്രീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. ഏത്? കേദാർനാഥും ബദ്രീനാഥും. അതിൽ കേദാർനാഥ് ഇരിക്കുന്നത് മന്ദാകിനിയുടെ കരയിലും ബദ്രീനാഥ് ഇരിക്കുന്നത് എന്തിന്റെ കരയിലാണ്? അളകനന്ദ നദിക്കരയിലാണ് ബദ്രീനാഥ് ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തിലോട്ട് പോയാലോ? മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന ബിഷ്ണുപൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഏതാണ്? ബിഷ്ണുപൂർ ടെമ്പിൾ, ബിഷ്ണുപൂർ ക്ഷേത്രം. കേട്ടോ, ഇതെവിടെയെന്നറിയോ ഈ ക്ഷേത്രം വരുന്നത്? ഈ ക്ഷേത്രം പറഞ്ഞത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. എവിടെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് ഈ ഒരു ക്ഷേത്രം പറഞ്ഞത്. ഈ ക്ഷേത്രം ബിഷ്ണുപൂർ ടെമ്പിൾ. നമ്മൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ബിഷ്ണുപൂർ. ഇത് എന്ത് ടെമ്പിൾ എന്നറിയോ? ഇതൊരു വെറൈറ്റി ടെമ്പിളാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടെറാക്കോട്ട ടെമ്പിളാണ്. ടെറാക്കോട്ട എന്താണ്? ടെറാക്കോട്ട നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചതാണല്ലേ, ഇൻഡസ് വാലി പഠിച്ചത്. എന്താ ടെറാക്കോട്ട? ചെളിയിലും കളിമണ്ണിലും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് എന്ത് ചെയ്യും? ചുട്ടെടുക്കും. അങ്ങനെ ചുട്ടെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് എന്ത്? ടെറാക്കോട്ട എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെറാക്കോട്ട ക്ഷേത്രമാണ് ഈ ബിഷ്ണുപൂർ ടെമ്പിൾ. ബിഷ്ണുപൂർ എവിടെ ഇരിക്കുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് ഈ ഒരു ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യസ് മോസ്റ്റ് ഫേമസ് വിച്ച് ടെമ്പിൾ? ടെറാക്കോട്ട ടെമ്പിൾ. ആരാണ്? ബിഷ്ണുപൂർ ടെമ്പിൾ. ഏതാണ്? ബിഷ്ണുപൂർ ക്ഷേത്രം. എവിടെയാ? വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തേ പോയാലോ? അടുത്തത് യെസ്, ഹർമന്ദിർ. ഹർമന്ദിർ എന്താണെന്നറിയോ? ഈ ഹർമന്ദിർ എന്താണെന്നറിയോടാ? ഹർമന്ദിർ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കേട്ടാ, നമ്മുടെ സുവർണ ക്ഷേത്രം. എവിടെ ഇരിക്കണ? അമൃത്സറിൽ അല്ലെ, നമ്മുടെ പഞ്ചാബിന്റെ അമൃത്സറിലിരിക്കുന്ന ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ. അതിൻ്റെ യഥാർത്ഥ പേരാണ് ഹർമന്ദിർ സാഹിബ് എന്ന് പറയും. ഹർമന്ദിർ എവിടെയാണ്? അമൃത്സർ. അമൃത്സറിലെ ഹർമന്ദിർ കേട്ടോ. ദെൻ ആരാണ് ഈ ക്ഷേത്രം കെട്ടിയെന്നറിയോ? യെസ്, ഈ ക്ഷേത്രം കെട്ടിയത് 5ാമത്തെ സിഖ് ഗുരുവായ, നമുക്ക് സിഖ് മതത്തിൽ ഗുരുക്കന്മാരില്ലേ, അതിൽ 5ാമത്തെ ഗുരുവാണ് അഞ്ചാൻ. ഇവിടെ പേര് അർജൻ എന്നാണ്. നമ്മൾ ഈ 6ൻ്റെ അവിടെ 6 മാറ്റി എന്നിട്ട നമുക്ക് നമ്പർ കിട്ടി. അഞ്ചാൻ, അർജൻ ദേവ്. 5ാമത്തെ സിഖ് ഗുരുവായ അർജൻ ദേവാണ് ഈ ക്ഷേത്രം കെട്ടിയത്? ഹർമന്ദിർ അഥവാ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിച്ചത്. അപ്പൊ ഹൂ ബിൽഡ് അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ ഹർമന്ദിർ? ആരാ? ഗുരു അർജൻ ദേവ്. എത്രാമത്തെ ഗുരു? അർജൻ ദേവ്. 5ാമത്തെ സിഖ് ഗുരുവായിരുന്നു ആര്? അർജൻ ദേവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടെമ്പിളിലോട്ട് പോയാലോ? അടുത്ത ക്ഷേത്രം യെസ്, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ജമ്മു കാശ്മീരിലെ വൈഷ്ണവോ ദേവി ടെമ്പിൾ. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വൈഷ്ണവ ദേവി ക്ഷേത്രം. ആ ദേവി ക്ഷേത്രം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് വൈഷ്ണോ ദേവി ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. വൈഷ്ണോ ദേവി ക്ഷേത്രം എവിടെയാണ്? ജമ്മു കാശ്മീർ. then അടുത്തത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ചതായിരുന്നു. ഏതാണ്? അങ്കോർ വാട്ട് ടെമ്പിൾ. കേട്ടിട്ടുണ്ടോ? അങ്കോർ വാട്ട് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ക്ഷേത്രം. വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് ആര്? അങ്കോർ വാട്ട് ഇരിക്കുന്നത് കംബോഡിയയിലാണ്. ഏത് രാജ്യത്താണ്? കംബോഡിയ എന്ന രാജ്യത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അങ്കോർ വാട്ട് എവിടെ ഇരിക്കുന്നത്? കംബോഡിയ. ഇത് കെട്ടിയത് കെമർ വംശത്തിലെ, കംബോഡിയയിലെ ഒരു ഹിന്ദു വംശമായിരുന്നു കെമർ. ആ കെമർ വംശത്തിലെ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് അത് ബിൽഡ് ചെയ്തത് കേട്ടോ. ഇത് വംശം കെമർ വംശം കേട്ടോ. കംബോഡിയയിലെ ഒരു ഹിന്ദു വംശമായിരുന്നു കെമർ വംശത്തിലെ സൂര്യവർമ്മ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രം ബിൽഡ് ചെയ്തത്, ഈ അങ്കോർ വാട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഏത്? അങ്കോർ വാട്ട്. ഹു ബിൽഡ് ഇറ്റ്? ആരാണ്? സൂര്യവർമ്മൻ രണ്ടാമനാണ്. അപ്പോൾ എവിടെ ഇരിക്കുന്ന? ഏത് രാജ്യത്താ? കംബോഡിയയിലാണ് ഈ ഒരു അങ്കോർ വാട്ട് എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളൊരു PYQ ആണ്, മുൻവർഷ ചോദ്യമാണ്. CGL 2 വട്ടം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പേരാണ് പശുപതിനാഥ് ക്ഷേത്രം. ഇത് എവിടെയെന്നറിയോ? ഇത് നമ്മുടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. നേപ്പാളിന്റെ ക്യാപിറ്റലായ കാഠ്മണ്ഡുവിലാണ് എന്തിരിക്കുന്നത്? ഈ പശുപതിനാഥ് ക്ഷേത്രം. ഇത് നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസിറ്റിംഗ് പ്ലേസ് ആണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ. എവിടെ നിന്നും? നേപ്പാൾ കേട്ടോ. നേപ്പാളിലെ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ഏത്? ഈ പശുപതിനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത്. എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഈ ഒരു ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിൽ എവിടെയാണ്? കാഠ്മണ്ഡുവിലാണ് ഈ ക്ഷേത്രം, പശുപതിനാഥ് ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് പശുപതിനാഥ് ക്ഷേത്രം. ഇതും PYQ ആണ്, മുൻവർഷ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത്രയുമാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എന്താണ് ക്ഷേത്രങ്ങളെന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇത്രയുമാണ് അല്ലേ. നമ്മൾ ആദ്യം ആരെ പറ്റി പഠിച്ചു? ആദ്യം നമ്മൾ ചോളന്മാരുടെ ക്ഷേത്രങ്ങൾ പഠിച്ചു അല്ലേ. ചോളന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ ക്ഷേത്രമാണ്? ചോളന്മാരുടെ ക്ഷേത്രങ്ങളിൽ നമുക്ക് വരുന്നത് നമ്മൾ കണ്ടത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന 3 ക്ഷേത്രം. ഏതൊക്കെയാടാ?
തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ, ദെൻ ഗംഗയെ കൊണ്ട ചോളപുരത്തിലെ ആ ഒരു ക്ഷേത്രം, ദെൻ മൂന്നാമത്തത് ധരസ്വരം അഥവാ ഐരാവതേശ്വര ക്ഷേത്രം. ആര് കെട്ടിയത്? ചോളന്മാര്. അത് കഴിഞ്ഞ് പല്ലവാസ് കെട്ടി നമ്മൾ കണ്ട ക്ഷേത്രം ഏതൊക്കെയാ? ഫസ്റ്റ് വൺ എടാ പഞ്ചരദാസ് ടെമ്പിൾ. ഏതാണ്? പഞ്ചരഥ ക്ഷേത്രം. ദെൻ രണ്ടാമത്തത് നമ്മുടെ സീഷോർ കടൽക്കര സീഷോർ ക്ഷേത്രം. ദെൻ തേർഡ് വൺ കാഞ്ചീപുരത്തെ കൈലാസ് ടെമ്പിൾ. മറ്റേതൊക്കെ എവിടെ ഇരിക്കുന്ന? മാമല്ലപുരത്ത് മഹാബലിപുരത്താണ് അല്ലേ? കൈലാസ ക്ഷേത്രം കാഞ്ചീപുരം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ബഡാമിയിലെ ക്ഷേത്രം അല്ലേ? ബഡാമിയിലെ ക്ഷേത്രം വരുമ്പോൾ ഫസ്റ്റ് വൺ ഏതാടാ? പട്ടടയ്ക്കൽ ക്ഷേത്രങ്ങൾ അല്ലേ? പട്ടടയ്ക്കൽ ക്ഷേത്രങ്ങൾ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹൊയ്സലയിലെ ക്ഷേത്രങ്ങൾ അല്ലേ? ഹൊയ്സലേശ്വര ക്ഷേത്രവും ചെന്നകേശവ ക്ഷേത്രവും. അതെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആണ്. അതുകൊണ്ട് ഒരു പോയിന്റ് മിസ് ചെയ്യാതെ പഠിക്കണം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ഹംപിയിലെയാണ്. ഹംപിയിൽ ആരൊക്കെ? വിരൂപാക്ഷ, വിട്ടളസ്വാമി, ദെൻ ഹസാര രാമസ്വാമി ക്ഷേത്രം. എവിടെയാണ്? ഹംപിയിലെ ക്ഷേത്രങ്ങൾ. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ ആരൊക്കെ വരുന്നു? നമ്മുടെ കൊണാർക്കിൽ സൺ ടെമ്പിൾ. അത് കഴിഞ്ഞ് പൂരി ജഗന്നാഥ ടെമ്പിൾ. അത് കഴിഞ്ഞ് ഏതാണ് നമ്മുടെ ലിംഗരാജ ക്ഷേത്രം അല്ലേ? നമ്മുടെ ലിംഗരാജ ക്ഷേത്രം എവിടെയാണ്? ഒഡീഷയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് മധ്യപ്രദേശിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഏത്? ഖജുറാവോ ക്ഷേത്രം. നമ്മുടെ ഖജുറാവോ ക്ഷേത്രം വളരെ പ്രധാനമാണ്. ഈ ഡൈനാസ്റ്റിക്കാര ചണ്ടേല ഡൈനാസ്റ്റിയുടെ കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടെമ്പിളാണ് ഈ കാണ്ടറിയ മഹാദേവ ടെമ്പിൾ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ കാണ്ടറിയ മഹാദേവ ടെമ്പിൾ എവിടെ ഇരിക്കുന്നത്? ഖജുറാവോയിൽ. അത് കഴിഞ്ഞ് നമ്മുടെ കാമാക്യ ക്ഷേത്രം അല്ലേ? കാമാക്യ അസാബ് കേട്ടോ. ഫെസ്റ്റിവൽ മറക്കല് അംബുബാച്ചി മേള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും അംബുബാച്ചി. പിന്നെ നമ്മുടെ ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞ ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനം സോമനാഥ ക്ഷേത്രമാണ്. പിന്നെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥും ബദ്രീനാഥ് ടെമ്പിളും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ബിഷ്ണുപൂർ അല്ലെ വെസ്റ്റ് ബംഗാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ബിഷ്ണുപൂർ അമ്പലം. ഓക്കെ. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അല്ലേ? സിഖ് മതക്കാരുടെ ഏക ക്ഷേത്രം ഹർ മന്ദിർ അല്ലേ? ആരാ കിട്ടിയത്? ഗുരു അർജൻ ദേവ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം അത് മറക്കില്ല കേട്ടാ, അങ്കോർ വാട്ട് ടെമ്പിൾ. ദെൻ പിന്നെ പറഞ്ഞത് നമുക്ക് നമ്മുടെ നേപ്പാളിൻ്റെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ പശുപതിനാഥ് ക്ഷേത്രം. ടെമ്പിൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. സോ ഞാൻ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.